അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മൂന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികളെ, അഖ്ലാഖിലെ ഒന്നാം പാഠം മുതലുള്ള റിവിഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പരീക്ഷയ്ക്ക് മുഴുവൻ പാഠങ്ങളുണ്ടാകും, എന്നാൽ കൂടുതൽ ചോദ്യങ്ങൾ അവസാന ഭാഗത്തു നിന്നാണ് ഉണ്ടാവുക. എന്നാലും നമ്മൾ ഒന്നാം പാഠം മുതൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ റിവിഷൻ ചെയ്തു പോവുകയാണ്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പാഠം മുഴുവനും വായിക്കുക. വായിച്ചതിന് ശേഷം ഞാൻ പറയുന്ന ഈ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നിർബന്ധമായും കാണാതെ പഠിക്കുക. നമുക്ക് വൃത്തിയുള്ളവരാവാം, ഇതാണ് ഒന്നാമത്തെ പാഠം. ഈ പാഠത്തിൽ പ്രധാനമായിട്ട് വേണ്ടത് ഈ പാട്ട് നിങ്ങൾ കാണാതെ പഠിക്കുക. ആരോഗ്യത്തിന് വേണം വൃത്തി, പ്രത്യേകിച്ച് അതിൻ്റെ അവസാനത്തെ വരി അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം വൃത്തി, ഈമാനിൻ്റെ പാതിയും വൃത്തി. ഇതൊക്കെ നല്ലോണം പഠിക്കുക. ഇനി ഇവിടെ പരീക്ഷയ്ക്ക് വരുന്ന ഒരു ചോദ്യം ഇതാണ്: അള്ളാഹുവും വൃത്തിയുള്ളവരെയാണ് ഇഷ്ടപ്പെടുന്നത്. എന്തുകൊണ്ടാണ്? കാരണം അവൻ പരിശുദ്ധനാണ്. അപ്പോൾ അള്ളാഹു വൃത്തിയുള്ളവരെ ഇഷ്ടപ്പെടും. എന്തുകൊണ്ട്? അവൻ പരിശുദ്ധനായതുകൊണ്ട്. പിന്നെ ഇനി ഇവിടെ വരുന്നത് അത്തഹൂറു ഡാഷ്, അത്തഹൂറു ഷത്തുറുൽ ഈമാൻ. ഈമാനിൻ്റെ പകുതിയാണ് എന്ത്? വൃത്തി. ഒരു ചോദ്യം. നേരെ തിരിച്ച്, വൃത്തി ഡാഷിൻ്റെ പകുതിയാണ് ഈമാനിൻ്റെ. അല്ലെങ്കിൽ മൂന്നാമതൊരു ചോദ്യം, വൃത്തി ഈമാനിൻ്റെ ഡാഷ് എന്താണ്? പകുതിയാണ്. മൂന്ന് രൂപത്തിലും ചോദ്യം വരാം. അടുത്തത് ഇവിടെ, ഞാൻ എന്നും രാവിലെ മിസ്വാക്ക് ചെയ്യും, വുളൂ ചെയ്തു നിസ്കരിക്കും, വൃത്തിയുള്ള വസ്ത്രം ധരിക്കും, മദ്രസയിൽ പോകും, ക്ലാസ് വൃത്തിയാക്കും. ഇത് നിങ്ങൾക്ക് ആദ്യത്തും അവസാനത്തും തരും, ബാക്കി ഇടയിലുള്ള നിങ്ങൾക്ക് പൂരിപ്പിക്കാൻ വരും. അങ്ങനെ പരീക്ഷയ്ക്ക് വരാം. അടുത്ത പാഠത്തിലേക്ക് നമ്മൾ പോവുകയാണ്. റാഷിദിൻ്റെ മാതൃക. ഈ പാഠത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇൽമ് നാഫിയാകുന്നത് എപ്പോൾ? പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഇൽമ് നാഫിയാകുന്നത്. അതുപോലെ വേറൊരു ചോദ്യം, നാം അറിവ് പഠിക്കുന്നത് ഡാഷ്, അതുപോലെ ചെയ്യാനാണ്. രണ്ട് ചോദ്യം ഓർത്തു വെക്കുക, അത് പ്രധാനപ്പെട്ടതാണ്. അടുത്തത് ഈ പാഠത്തിലെ വേറൊരു ചോദ്യമാണ്, അല്ലാഹുമ്മ സിദ്നി ഇൽമൻ നാഫിഅ. അള്ളാഹുവെ, എനിക്ക് നീ ഉപകാരപ്രദമായ അറിവ് വർദ്ധിപ്പിച്ച് തരണമേ. ഇനി നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോവുകയാണ്. മുത്ത് നബിയുടെ തൊട്ടടുത്തൊരു സീറ്റ്. ഈ പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് സൽസ്വഭാവത്തിൻ്റെ ഉത്തമ മാതൃകയാണ് ഡാഷ്. ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഡാഷിൻ്റെ ഉത്തമ മാതൃകയാണ് സൽസ്വഭാവത്തിൻ്റെ. അങ്ങനെയും ചോദ്യം വരാം. അടുത്തത് സൽസ്വഭാവികളുടെ ലക്ഷണങ്ങൾ. എന്തൊക്കെയാണ് സൽസ്വഭാവികളുടെ ലക്ഷണങ്ങൾ? മിനിമം ഒരു 3 നിർബന്ധമായി നിങ്ങൾ പഠിക്കണം. പരസ്പരം സ്നേഹിക്കുക, ബഹുമാനിക്കുക, പുഞ്ചിരിക്കുക, സഹായിക്കുക. അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏറ്റവും ചെറുതും പഠിച്ചാൽ മതി. ബഹുമാനിക്കുക, പുഞ്ചിരിക്കുക, സഹായിക്കുക, അങ്ങനെ പഠിച്ചാൽ മതി. അടുത്തത് പിന്നെ പരീക്ഷയ്ക്ക് ഒരുപാട് തവണ പരീക്ഷയ്ക്ക് വന്നാണ്, മുഅ്മിനുകളിൽ ഈമാൻ പൂർണ്ണമായവർ ഡാഷ്. ആരാണ്? അവരിൽ സ്വഭാവം നന്നായവരാണ്. ഇത് നിർബന്ധമായും കാണാതെ പഠിക്കുക. അതുപോലെ ഒരു പരീക്ഷയ്ക്ക് ഇത് വന്നിട്ടുണ്ട്, അക്മലുൽ മുഅ്മിനീന ഈമാനൻ ഡാഷ് അഹ്സനുഹും ഖുലുഖ. ഒന്നില്ലെങ്കിൽ ഇത് വരും, അല്ലെങ്കിൽ ഇത് വരും. ഇത് വരുമ്പോൾ പിന്നെ ഇത് വരാൻ സാധ്യതയില്ല, അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പം ഇത് ഒരുപാട് പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മീനിങ്, ഇതിൻ്റെ അർത്ഥം എഴുതാൻ. അതാണ് ഈ പാഠത്തിലെ പ്രധാനപ്പെട്ടത്. ഇനി നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോവുകയാണ്. കൊള്ളക്കാരെ നല്ലവരാക്കിയ ബാലൻ. ഇതാണ് അടുത്ത പാഠം. ഈ പാഠത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെയാണ്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ഔലിയാക്കളുടെ നേതാവ് ആരാണ്? ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു. ഔലിയാക്കളുടെ നേതാവ് ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു. പിന്നെ അടുത്തത് മുഹീദ്ദീൻ മാലയുടെ ഉള്ളടക്കം. ആ മഹാനവറുകളുടെ ചരിത്രമാണ് മുഹീദ്ദീൻ മാലയുടെ ഉള്ളടക്കം. അടുത്ത പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യമാണ്, കൈപ്പുള്ളതാണെങ്കിലും ഡാഷ് നീ സത്യം പറയുക. കൈപ്പുള്ളതാണെങ്കിലും ഡാഷ് നീ സത്യം പറയുക. ഖുലിൽ ഹഖ വഇൻ കാന മുർറ. അതും പഠിക്കുക. ഇനി നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോവുകയാണ്. അടുത്ത പാഠം നമുക്ക് കൂട്ടുകൂടാം. ഈ പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, നാം വിഷമിക്കുമ്പോൾ നമ്മെ സഹായിക്കാനെത്തുന്ന ആളാണ് നമ്മുടെ യഥാർത്ഥ സുഹൃത്ത്. അപ്പോൾ ചോദ്യം ഇതാണ്, ആരാണ് നമ്മുടെ യഥാർത്ഥ സുഹൃത്ത്? നാം വിഷമിക്കുമ്പോൾ നമ്മെ സഹായിക്കാനെത്തുന്ന ആളാണ് നമ്മുടെ യഥാർത്ഥ സുഹൃത്ത്. ഇതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം,
പിന്നെ ചീത്ത കാര്യങ്ങളിൽ സഹായിക്കുന്നവർ ഡാഷ് പിശാജിൻ്റെ സുഹൃത്തുക്കളായിരിക്കും. ആരാണ്? പിശാജിൻ്റെ സുഹൃത്തുക്കളായിരിക്കും. അല്ലെങ്കിൽ ചീത്ത കാര്യങ്ങൾ സഹായിക്കുന്നവർ പിശാജിൻ്റെ ഡാഷ് എന്താണ്? സുഹൃത്തുക്കളായിരിക്കും. സുഹൃത്തുക്കളായിരിക്കും. അടുത്ത് ചീത്ത കാര്യങ്ങൾ നാം ആരെയും ഡാഷ് എന്താ? സഹായിക്കരുത്. ഇങ്ങനെയും ചോദ്യം വന്നിട്ടുണ്ട്. ചീത്ത കാര്യങ്ങൾ നാം ആരെയും ഡാഷ് എന്താണ്? സഹായിക്കരുത്. സഹായിക്കരുത്. അടുത്തത് പലരും ചീത്ത സ്വഭാവികളാകുന്നത് ഡാഷ് എന്തുകൊണ്ടാണ്? ദുഷിച്ച കൂട്ടുകാരെ കൊണ്ടാണ്. പലരും ചീത്ത സ്വഭാവികളാകുന്നത് എന്തുകൊണ്ട്? ദുഷിച്ച കൂട്ടുകാരെ കൊണ്ടാണ്. അടുത്തത് പിന്നെ നല്ല കൂട്ടുകാരുടെ ലക്ഷണങ്ങൾ എന്തെല്ലാം? അതാണ്. അതിൽ നിന്ന് 3 പഠിക്കുക. സത്യം പറയുക, പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുക, വാക്ക് പാലിക്കുക, നന്മ കണ്ടാൽ പ്രോത്സാഹിപ്പിക്കുക. നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ കഴിയുന്ന 3 നിർബന്ധമായും പഠിക്കുക. ഇതൊക്കെയാണ് നല്ല കൂട്ടുകാരുടെ ലക്ഷണങ്ങൾ. ഇനി പരീക്ഷയ്ക്ക് ഒരു ചോദ്യം വരും. ഇതും തരും, സൽസ്വഭാവികളുടെ ലക്ഷണം തരും, എന്നിട്ട് വേർതിരിക്കാൻ പറയും. അങ്ങനെയും ചോദ്യം വരും. അപ്പോൾ സൽസ്വഭാവികളുടെ ലക്ഷണങ്ങളും നല്ല കൂട്ടുകാരുടെ ലക്ഷണങ്ങളും നിർബന്ധമായും പഠിക്കുക. അടുത്തത് അന്ത മാമൻ അഹബബുത്ത, അർത്ഥം പഠിക്കുക. നീ പരലോകത്ത് നീ സ്നേഹിച്ചവരോട് കൂടെയായിരിക്കും. അടുത്ത പാഠത്തിലേക്ക് നമ്മൾ പോവുകയാണ്. പണി ഇവനും കൂലി അവനും. ഇതാണ് അടുത്ത പാഠം. ഒന്നാമത്തെ ചോദ്യം, തൻ്റെ സഹോദരന് ഇഷ്ടമില്ലാത്തത് പറയൽ ഡാഷ് എന്താണ്? വലിയ തെറ്റാണ്. വലിയ തെറ്റാണ്. അടുത്ത ചോദ്യം, അത് മരിച്ച സഹോദരൻ്റെ പച്ചമാംസം തിന്നതിന് തുല്യമാണ്. ഏത്? ഏതാണ്? ഗീബത്ത്, പരദൂഷണം. എന്താണ്? ഗീബത്ത്, പരദൂഷണം. ഗീബത്തിൻ്റെ അർത്ഥം ഇതാനും വരും. ഗീബത്ത്, പരദൂഷണം. അടുത്തത് ഈ പാഠത്തിൽ പ്രധാനപ്പെട്ടത് ഇതാണ്. ചെമ്പിൻ്റെ നഖങ്ങളുള്ള ഒരു കൂട്ടം ആളുകൾ അവരുടെ മുഖങ്ങളും നെഞ്ചുകളും അതുകൊണ്ട് മാന്തി പിളർത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ചോദ്യം ഇതാ വരിക. മെഹറാജ് യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താണ് കാണാനിടയായത്? ഇവിടെ മുതൽ ഇവിടം വരെ കാണാതെ പഠിക്കുക. 1 വർഷം പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ പാഠത്തിലെ പ്രധാനപ്പെട്ടത്. ഇനി നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോകാം. ഇവിടെ കുറച്ചും കൂടി ഒരു കാര്യം കൂടി പഠിക്കാനുണ്ട്. അതെന്താ? ഖാലൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ റദ്ദ അൻ ഇർളി അഖീഹി റദ്ദല്ലാഹു അൻ വജ്ഹിഹി അന്നാറ യൗമൽ ഖിയാമ. ഇത് പൂരിപ്പിക്കാൻ വരും. അപ്പോൾ ഇത് നിങ്ങൾ അതുപോലെ കാണാതെ പഠിക്കണം. അല്ലെങ്കിൽ ഇത് ഡിസോർഡർ ആക്കി തരും. അപ്പോൾ ഓർഡർ ആക്കാനുണ്ടാവും. എന്താ അതിൻ്റെ അർത്ഥം പഠിക്കുക. ഒരാൾ തൻ്റെ സഹോദരൻ്റെ മാനം കാത്താൽ അള്ളാഹു അവൻ്റെ മുഖം ഖിയാമത്ത് നാളിൽ നരകത്തിൽ നിന്ന് കാക്കും. അപ്പോൾ ഒരു ചോദ്യം ഇങ്ങനെ വരിക. അള്ളാഹു അവൻ്റെ മുഖം ഖിയാമത്ത് നാളിൽ നരകത്തിൽ നിന്ന് കാക്കും. ആരുടെ? തൻ്റെ സഹോദരൻ്റെ മാനം കാത്താൽ. ഇത് നിർബന്ധമായി പഠിക്കണം. ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ആവർത്തിച്ച് വന്ന ചോദ്യമാണിത്. ആരുടെ മാനാണ് അള്ളാഹു കാക്കുക? അടുത്ത പാഠം ഇബിലീസിൻ്റെ ഇഷ്ടവിനോദം. ഇബിലീസിൻ്റെ ഇഷ്ടവിനോദം. ഈ പാഠത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ് ഏഷണി? നമീമത്ത് എന്നാൽ എന്ത്? ഒരാൾ പറഞ്ഞത് കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി മറ്റവനോട് പറയലാണ് നമീമത്ത്. കാണാതെ പഠിക്കുക. എന്താണ് ഏഷണി? ഏഷണിൻ്റെ അറബി പഠിക്കുക. നമീമത്ത്. അടുത്ത ചോദ്യം, ഇബിലീസിൻ്റെ ഇഷ്ടവിനോദമാണ് നമീമത്ത്. അല്ലെങ്കിൽ വേറെ ചോദ്യം, നമീമത്ത് ഇബിലീസിൻ്റെ ഡാഷ് ഇഷ്ടവിനോദമാണ്. അങ്ങനെയും ചോദ്യം വരും. പിന്നെ ഇബിലീസിൻ്റെ ഇഷ്ടവിനോദമാണ് ഡാഷ് നമീമത്ത്. അങ്ങനെയും ചോദ്യം വരും. അപ്പോൾ ചോദ്യം പല രൂപത്തിലും വന്നിട്ടുണ്ട്. പിന്നെ അടുത്തത് ഈ പാഠത്തിൽ പ്രധാനപ്പെട്ടത്, ഇപ്പോൾ കുഴപ്പത്തിന് കാരണം ഷബീറിൻ്റെ ഏഷണിയാണ്. അവനാണ് വലിയ തെറ്റുകാരൻ. ഒരാൾ പറയുന്നത് കേട്ട് കുഴപ്പമുണ്ടാക്കുന്നതും തെറ്റാണ്. സത്യവിശ്വാസികളെ സഹോദരങ്ങളാണല്ലോ. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട ഇതന്നെ. ഇനി അടുത്ത് ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ലാ യദ്ഖുൽ ജന്നത്ത ഡാഷ് പൂരിപ്പിക്കാൻ വരും. നമ്മാമുൻ. ലാ യദ്ഖുൽ ജന്നത്ത ഡാഷ് നമ്മാമുൻ. അടുത്തത് ഏഷണിക്കാർ ഡാഷ് സ്വർഗത്തിൽ കടക്കുകയില്ല. ഇത് നിർബന്ധമായി പഠിക്കുക. ഏഷണിക്കാർ സ്വർഗത്തിൽ കടക്കുകയില്ല. ഇനി 1 വർഷം പരീക്ഷയ്ക്ക് ഈ പാട്ടിലെ 3ാമത്തെ വരി പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. ഫിത്ന ഫസാദുകൾ ഉണ്ടാകും, ഏഷണി ഞങ്ങൾ പറയൂല. ഇത് പൂരിപ്പിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 2 വരി നിങ്ങൾ അരക്കൊല്ല പരീക്ഷയ്ക്ക് പഠിച്ചതാണ്. ഈ വരിയും കൂടി നിങ്ങൾ പഠിച്ചു വെക്കുക. അടുത്ത പാഠത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അടുത്ത പാഠത്തിൻ്റെ പേര് തീൻ മേശയിലെ മര്യാദകൾ.
ഈ തീൻമേശയിലെ മര്യാദകൾ എന്ന് പറഞ്ഞ പാഠം മുതലാണ് പിന്നെ പരീക്ഷയ്ക്ക് ഈ അരക്കൊല്ല പരീക്ഷയ്ക്ക് ശേഷം എടുത്തത്. അപ്പോൾ ഇതിൽ ഒരുപാട് ചോദ്യങ്ങൾ ഇവിടുന്ന് ഉണ്ടാകും. അത് നിങ്ങളെല്ലാവരും പ്രത്യേകം പഠിക്കും. ഒന്നാമത്തെ തീൻമേശയിലെ മര്യാദകൾ 3 പറയണം. തീൻമേശയിലെ മര്യാദകൾ ഒരു 3 നിങ്ങൾക്ക് പറയാൻ കിട്ടണം. ആദ്യവും അവസാനവും 2 കൈയും വായും കഴുകുക, ഇരിക്കുക, ബിസ്മി ചൊല്ലുക, മറന്നാൽ ഇടയിൽ ബിസ്മില്ലാഹി അവ്വലഹു വാഹിറഹു ചൊല്ലുക, വലത് കൈ കൊണ്ടാവുക. ഇതൊക്കെ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന ആലോചിച്ചാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും എന്തൊക്കെയാണ്. അപ്പോൾ നിങ്ങളിത് പ്രത്യേകം കാണാൻ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എഴുതാൻ പഠിച്ചാൽ മതി. വലത് കൈ കൊണ്ട് കഴിക്കുക, ഇരുന്ന് കഴിക്കുക, ആദ്യം അവസാനം 2 കൈയും വായും കഴുകുക, നന്നായി ചവച്ചരിച്ച് സാവധാനം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു 3 നിങ്ങൾ നിർബന്ധമായും പഠിക്കുക. ഇനി ഇവിടെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്, അന്നപാനീയങ്ങൾ അള്ളാഹു നൽകുന്ന വലിയ അനുഗ്രഹമാണ്. ചോദ്യതാണ്, അന്നപാനീയങ്ങൾ അള്ളാഹു നൽകുന്ന ഡാഷ് എന്താണ്? വലിയ അനുഗ്രഹമാണ്. ഒരു ചോദ്യം. ഇനി അള്ളാഹു നൽകുന്ന വലിയ അനുഗ്രഹമാണ് ഡാഷ് അന്നപാനീയങ്ങൾ. ഇത് തിരിച്ചും 2 രൂപത്തിലും വന്നിട്ടുണ്ട്. പിന്നെ വെറുതെ കളയൽ, അന്നപാനീയങ്ങൾ വെറുതെ കളയൽ ഡാഷ് എന്താണ്? വലിയ തെറ്റാണ്. ഈ 3 രൂപം 3 പൂരിപ്പിക്കലും പരീക്ഷയ്ക്ക് വന്നതാണ്. നല്ലോണം പഠിക്കുക. അടുത്തത് ഇത് പരീക്ഷയ്ക്ക് പൂരിപ്പിക്കാൻ വരും. ലാ യശ്റബന്ന അഹദും മിൻകും ഖായിമ ഫമൻ നസിയ ഫൽയസ്തഖി. ഇത് കാണാതെ പഠിക്കുക. ലാ യശ്റബന്ന അഹദും മിൻകും ഖായിമ ഫമൻ നസിയ ഫൽയസ്തഖി. ഇത് കാണാതെ പഠിക്കുക. പൂരിപ്പിക്കാനോ അല്ലെങ്കിൽ ഓർഡർ ആക്കാനോ വരും. ഇതിൻ്റെ മീനിങ്ങും പഠിക്കുക. ഒരാളും നിന്ന് കുടിക്കരുത്, മറന്നു കുടിച്ചു പോയാൽ അവൻ ഛർദ്ദിച്ചു കളയട്ടെ. ഇവിടെ ചോദ്യം പൂരിപ്പിക്കാനോ വരിക. മറന്നു കുടിച്ചു പോയാൽ ഡാഷ് എന്താണ്? അവൻ ഛർദ്ദിച്ചു കളയട്ടെ. ഈ സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ തെറ്റിയാൽ നിങ്ങളെ മാർക്ക് പോകും കേട്ടോ. ഛർദ്ദിച്ചു കളയട്ടെ. അടുത്ത പാഠത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ദേഷ്യത്തിലും പുഞ്ചിരി. ഞാൻ പറഞ്ഞിട്ട് പാഠം നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ വായിക്കുക. എന്നിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? നിങ്ങൾ പഠിക്കേണ്ടത്. ഒന്നാമത്തെ ചോദ്യം, കോപം വരുമ്പോൾ സ്വയം നിയന്ത്രിക്കാൻ കഴിവുള്ളവൻ ഗുസ്തിയിൽ ജയിക്കുന്നവനേക്കാൾ വലിയ ശക്തനാണ്. ഇവിടെ ചോദ്യം ഇതാണ്, ഗുസ്തിയിൽ ജയിക്കുന്നവനേക്കാൾ വലിയ ശക്തനാണ് ആര്? കോപം വരുമ്പോൾ സ്വയം നിയന്ത്രിക്കാൻ കഴിവുള്ളവൻ. ഇതാണ് ഇവിടെ പഠിക്കേണ്ടത്. അങ്ങനെ ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, കോപം വരുമ്പോൾ ഡാഷ് സ്വയം നിയന്ത്രിക്കാൻ കഴിവുള്ളവൻ. ഇങ്ങനെയും ചോദ്യം വന്നിട്ട്. അപ്പോൾ ഈ സ്വയം നിയന്ത്രിക്കാൻ ഇതിലൊക്കെ ഒരുപാട് തെറ്റ് വരും. അപ്പം അങ്ങനത്തെ ഭാഗങ്ങളെ പരീക്ഷയ്ക്ക് അധികവും പൂരിപ്പിക്കാൻ വരിക. കോപം വരുമ്പോൾ ഡാഷ് സ്വയം നിയന്ത്രിക്കാൻ കഴിവുള്ളവൻ. അടുത്ത, ഗുസ്തിയിൽ ജയിക്കുന്നവനേക്കാൾ വലിയ ശക്തനാണ് ആര്? കോപം വരുമ്പോൾ സ്വയം നിയന്ത്രിക്കാൻ കഴിവുള്ളവൻ. അത് നിർബന്ധമായി പഠിക്കേണ്ട ചോദ്യമാണ്. പിന്നെ ഈ പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, കോപം വരുമ്പോൾ അത് നിയന്ത്രിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? നിയന്ത്രിക്കാൻ എന്തൊക്കെ ശീലിക്കണം? നിൽക്കുന്നവനാണെങ്കിൽ ഇരിക്കുക, ഇരിക്കുന്നവൻ കിടക്കുക, വുളൂ ചെയ്യുക തുടങ്ങിയവ ദേഷ്യം അടക്കാനുള്ള മാർഗങ്ങളാണ്. അപ്പോൾ ഇത് 3 നിർബന്ധമായി പഠിക്കുക. ദേഷ്യം അടക്കാനുള്ള മാർഗം. വമൻ കഫ ഗളബഹു കഫല്ലാഹു അൻഹു അദാബഹു യൗമൽ ഖിയാമ. ഇത് പൂരിപ്പിക്കാനോ അല്ലെങ്കിൽ തെറ്റിച്ചു കൊടുത്തിട്ട് അത് ശരിയാക്കാനോ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ഈ അറബി കാണാതെ പഠിക്കണം. വമൻ കഫ ഡാഷ് വമൻ കഫ ഗളബഹു കഫല്ലാഹു അൻഹു അദാബഹു യൗമൽ ഖിയാമ. ദേഷ്യം നിയന്ത്രിച്ചവനെ അള്ളാഹു അന്ത്യനാളിൽ ശിക്ഷയിൽ നിന്ന് കാക്കും. ചോദ്യം ഇങ്ങനെയും വരാം, അള്ളാഹു അന്ത്യനാളിൽ ശിക്ഷയിൽ നിന്ന് കാക്കും ആരെ? ദേഷ്യം നിയന്ത്രിച്ചവനെ. അല്ലെങ്കിൽ ദേഷ്യം നിയന്ത്രിച്ചവനെ അള്ളാഹു അന്ത്യനാളിൽ ഡാഷ് ശിക്ഷയിൽ നിന്ന് കാക്കും. ഇങ്ങനെയും വരാം. അപ്പോൾ ഇത് രണ്ടും കാണാതെ പഠിക്കുക. പിന്നെ ദേഷ്യം അടക്കാനുള്ള മാർഗം എന്താണ്? അത് 3 പഠിക്കുക. അടുത്ത പാഠത്തിലേക്ക് പോവുകയാണ്. അടുത്ത പാഠത്തിൻ്റെ പേര് വേഷത്തിലുമുണ്ട് ഇസ്ലാം. ആദ്യം നിങ്ങൾ പാഠം വായിക്കുക. പ്രധാനപ്പെട്ട ചോദ്യം, സ്ത്രീ വേഷം അണിയുന്ന പുരുഷനെയും പുരുഷവേഷം അണിയുന്ന സ്ത്രീയെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഡാഷ് എന്താണ്? ശപിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ ശപിച്ചിരിക്കുന്നു എന്നാണ് കാണാൻ പഠിക്കേണ്ടത്. രണ്ടാമത് പഠിക്കേണ്ടത്, സ്ത്രീ വേഷം അണിയുന്ന പുരുഷനെയും പുരുഷവേഷം അണിയുന്ന ഡാഷ് സ്ത്രീയെയും. പിന്നെ തിരിച്ചു ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ചിരിക്കുന്നു ആരെ? സ്ത്രീ വേഷം അണിയുന്ന പുരുഷനെയും പുരുഷവേഷം അണിയുന്ന സ്ത്രീയെയും. അങ്ങനെയും. ഇനി ഇവിടെ ഒരു ചോദ്യം, പുരുഷന് സുന്നത്താണ് എന്ത്? വെള്ളവസ്ത്രം, തലപ്പാവ്, കമീസ്. 3 കാണാൻ പഠിക്കുക. വെള്ളവസ്ത്രം, തലപ്പാവ്, കമീസ്. അടുത്തത്, പുരുഷന് ഹറാമാണ് എന്ത്? സ്വർണം, വെള്ളി, പട്ട് എന്നിവ ധരിക്കുക. എന്തൊക്കെ? സ്വർണം, വെള്ളി, പട്ട് എന്നിവ ധരിക്കുക.
ഞെരിയാണിക്ക് താഴെ വസ്ത്രം താഴെ ഇടുക മുതലായവ പുരുഷന് ഹറാമാണ്. പുരുഷന് ഹറാമായ 2 കാര്യം കാണാൻ പഠിക്കുക. സ്വർണം, വെള്ളി, പട്ട് എന്നിവ ധരിക്കുക. ഞെരിയാണിക്ക് താഴെ വസ്ത്രം താഴെ ഇടുക. ഇതാണ് പുരുഷന് ഹറാമായത്. ഇനി അടുത്തത് ഇവിടെ പഠിക്കാനുള്ളത് സ്ത്രീകൾക്ക് ഹറാമായ കാര്യം എന്ത്? അത് പല കുട്ടികൾക്കും കിട്ടുന്നില്ല. സ്ത്രീകൾക്ക് ഹറാമായ, പുരുഷന് ഹറാമായ കാര്യം പല കുട്ടികൾക്കും കിട്ടും, പക്ഷേ സ്ത്രീകൾക്ക് എന്താ ഹറാമായത് അത് കിട്ടുന്നില്ല. ഇവിടെ 2 കാര്യം നിർബന്ധമായി പഠിക്കണം. 3 കാര്യമുണ്ട് ഇവിടെ, മിനിമം 2 പഠിക്കുക. സൗന്ദര്യം പ്രദർശിപ്പിച്ചുകൊണ്ട് പുറത്തു പോവുക. അപ്പോൾ ഒന്നാമത്തെ കാണാൻ പഠിക്കുക, സൗന്ദര്യം പ്രദർശിപ്പിച്ചുകൊണ്ട് പുറത്തു പോവുക. മറ്റൊന്ന് വലുതാണ്, അതിനേക്കാളും ചെറുത് ഇവിടെ ഒന്നുണ്ട്. അതെന്താ? വഴികളിലും അങ്ങാടികളിലും മറ്റും പുരുഷന്മാരോട് ഇടകലരുക. ഇനി 3 പഠിക്കാൻ കഴിയുന്ന ആളുകൾ ഇതും പഠിക്കുക. അന്യപുരുഷന്മാർക്ക് മുമ്പിൽ ശരീരം മുഴുവനും മറയാത്ത നിലക്കുള്ള വസ്ത്രധാരണം. ആദ്യത്തെ അവസാനത്തെ എന്തായാലും പഠിക്കുക. സൗന്ദര്യം പ്രദർശിപ്പിച്ചുകൊണ്ട് പുറത്തു പോവുക, വഴികളിലും അങ്ങാടികളും മറ്റും പുരുഷന്മാരോട് ഇടകലരുക. ഇതാണ് സ്ത്രീകൾക്ക് ഹറാമായ കാര്യങ്ങൾ. ഇനി ഈ പെട്ടിയും അതിൻ്റെ മീനിങ്ങും കാണാതെ പഠിക്കുക. അവിടെ പറഞ്ഞ ഹദീസും ഹദീസിൻ്റെ അർത്ഥവും. മൻ ജറ സൗബഹു ഡാഷ് മൻ ജറ സൗബഹു ഖുയലാ ലാ യൻദുറുല്ലാഹു ഇലൈഹി യൗമൽ ഖിയാമ. ഇത് കാണാതെ പഠിക്കുക. അതുപോലെ അതിൻ്റെ അർത്ഥം, അഹങ്കാരമായി വസ്ത്രം നിലത്ത് വലിച്ചഴിക്കുന്നവനിലേക്ക് അന്ത്യനാളിൽ അള്ളാഹു നോക്കുകയില്ല. ഒരുപാട് തവണ ഈ പരീക്ഷയ്ക്ക് ചോദ്യം വന്നിട്ടുണ്ട്. അള്ളാഹു അന്ത്യനാളിൽ നോക്കുകയില്ല ആരിലേക്ക്? അഹങ്കാരമായി വസ്ത്രം നിലത്ത് വലിച്ചഴിക്കുന്നവനിലേക്ക്. ഇത് കാണാതെ പഠിക്കുക. അഹങ്കാരമായി വസ്ത്രം നിലത്ത് വലിച്ച്, അല്ലെങ്കിൽ ചോദ്യം ഇങ്ങനെ വരും, അഹങ്കാരമായി വസ്ത്രം നിലത്ത് വലിച്ചഴിക്കുന്നവനിലേക്ക് ഡാഷ് അന്ത്യനാളിൽ അള്ളാഹു നോക്കൂല. പിന്നെ അള്ളാഹു അന്ത്യനാളിൽ നോക്കൂല ആരിലേക്ക്? ഇതാണ് ഉത്തരം. അപ്പോൾ അത് കാണാതെ പഠിക്കുക. ഇനി നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോവുകയാണ്. ലാസ്റ്റ് പാഠം നമ്മുടെ ഉറക്കം. ഇവിടെ പ്രധാനപ്പെട്ട ചോദ്യം, ഉറക്കവും ഉണർച്ചയും അള്ളാഹു നമുക്ക് നൽകിയ മഹത്തായ 2 അനുഗ്രഹങ്ങളാണ്. അപ്പോൾ ചോദ്യം ഇതാണ്, അള്ളാഹു നമുക്ക് നൽകിയ മഹത്തായ 2 അനുഗ്രഹങ്ങളാണ് ഡാഷ് ഉറക്കവും ഉണർച്ചയും. ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഉറക്കവും ഉണർച്ചയും അള്ളാഹു നമുക്ക് നൽകിയ മഹത്തായ ഡാഷ് 2 അനുഗ്രഹങ്ങളാണ്. സ്പെല്ലിങ് തെറ്റരുത്, അനുഗ്രഹങ്ങളാണ്. അടുത്ത ചോദ്യം, മനസ്സും ശരീരവും ആരോഗ്യമുള്ളതായി തീരാൻ അവ അത്യാവശ്യമാണ്. ഏത്? ചോദ്യം, മനസ്സും ശരീരവും ആരോഗ്യമുള്ളതാവാൻ അവ അത്യാവശ്യമാണ്. ഏത്? ഉറക്കവും ഉണർച്ചയും. എന്താ ഉത്തരം? ഉറക്കവും ഉണർച്ചയും. അടുത്തത്, നമ്മെ രോഗികളാക്കും എന്ത്? അമിതമായി ഉറങ്ങുന്നതും ഉറക്കൊഴിവാക്കുന്നതും. അമിതമായി ഉറങ്ങുന്നതും ഉറക്കൊഴിവാക്കുന്നതും നമ്മെ രോഗികളാക്കും. അല്ലെങ്കിൽ ചോദ്യം, അമിതമായി ഉറങ്ങുന്നതും ഉറക്കൊഴിവാക്കുന്നതും ഡാഷ് നമ്മെ രോഗികളാക്കും. എങ്ങനെ രോഗി എന്ന് എഴുതുക എന്ന് പഠിക്കാം. അടുത്തത് ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം, പഠനശേഷി കുറയുമെന്ന് ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്. എന്തിനാണ്? വൈകി ഉറങ്ങുകയും വൈകി എഴുന്നേൽക്കുകയും ചെയ്യുന്നവർക്ക്. പഠനശേഷി, പഠിക്കാനുള്ള കഴിവ് കുറയും, പഠനശേഷി കുറയും. എന്തുകൊണ്ട്? വൈകി ഉറങ്ങുകയും വൈകി എഴുന്നേൽക്കുകയും ചെയ്യുന്നവർക്ക്. അതാണ് അതിൻ്റെ ഉത്തരം. അടുത്തത്, ഉറക്കം ഒരു പകുതി ഡാഷ് എന്താണ്? മരണമാണ്. അല്ലെങ്കിൽ ചോദ്യം, ഒരു പകുതി മരണമാണ് ഡാഷ് ഉറക്കം. അല്ലെങ്കിൽ ഉറക്കം ഡാഷ് മരണമാണ് ഒരു പകുതി. അപ്പം ഇങ്ങനെയൊക്കെ ചോദ്യം വരും, തിരിച്ചും മറിച്ചൊക്കെ ചോദ്യം വരും. അപ്പോൾ കാണാതെ പഠിക്കുക, ഉറക്കം ഒരു പകുതി മരണമാണ്. അടുത്തത് ഈ പാഠത്തിൽ പ്രധാനപ്പെട്ടത് ഉറക്കത്തിൻ്റെ മര്യാദകൾ. ഉറക്കിൻ്റെ മര്യാദകളിൽ നിന്ന് 3 മിനിമം പഠിക്കുക. മിസ്വാക്ക് ചെയ്യുക, വുളു എടുക്കുക, സൂറത്തുൽ ഇഖ്ലാസ്, മുഅവ്വിദത്തൈനി എന്നീ സൂറത്തുകൾ ഓതി കൈകളിൽ ഊതി ശരീരം മുഴുവനും തടവുക, സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34 ചൊല്ലുക. പിന്നെ ആയത്തുൽ കുർസി ഓതുക. കിടക്കുമ്പോൾ ഈ ദിക്ർ ചൊല്ലുക. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമായത് നിങ്ങൾ കാണാൻ പഠിക്കുക. മിനിമം 3 പഠിക്കണം, 3. അടുത്തത് ഇത് കാണാതെ പഠിക്കുക. ബിസ്മിക റബ്ബി വദഅതു ജംബി വബിക അർഫഉ ഇൻ അംസക്ത നഫ്സി ഫർഹംഹ വഇൻ അർസൽത ഫഅഫദ ബിമാ തഅഫദു ബിബാദിക സ്വാലിഹീൻ. ഇത് ഒരു പക്ഷേ തെറ്റിച്ച് തന്നിട്ട് ഓർഡർ തെറ്റിച്ച് തന്നിട്ട് ഓർഡർ ആക്കാൻ തരും, അല്ലെങ്കിൽ പൂരിപ്പിക്കാനും വരും. ഈ അടുത്ത പരീക്ഷകൾക്കൊന്നും വന്നില്ല, പക്ഷേ കുറേ വർഷം മുമ്പ് 2019-18 ചോദ്യങ്ങളിലൊക്കെ കാണുന്നുണ്ട്. ഇത് പരീക്ഷയ്ക്ക് അധികം വന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹി ഡാഷ് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദ മാ അമാതനി വഇലൈഹി നുശൂർ. ഇതെപ്പോൾ ചൊല്ലേണ്ടതാണ്? ഉറക്കത്തിൽ നിന്ന് ഉണർന്നാൽ അല്ലേ? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദ മാ അമാതനി വഇലൈഹി നുശൂർ. അടുത്തത്, കിബിലക്ക് അഭിമുഖമായി വലതുഭാഗത്തേക്ക് ചെരിഞ്ഞാണ് കിടക്കേണ്ടത്.
പിന്നെ സാധ്യമല്ലെങ്കിൽ കിബിലക്ക് നേരെയായി മലർന്നും കിടക്കാം. ഇനി ഇവിടെ പ്രധാനമായി വരുന്ന ചോദ്യം, പുരുഷൻ കമിഴ്ന്നും സ്ത്രീ മലർന്നും കിടന്നുറങ്ങരുത്. ചോദ്യം ഇതാണ്, പുരുഷൻ ഡാഷ് പുരുഷൻ കമിഴ്ന്ന്, സ്ത്രീ ഡാഷ് സ്ത്രീ മലർന്നും കിടന്നുറങ്ങരുത്. അടുത്ത് കമിഴ്ന്ന് ഉറങ്ങരുത് ആര്? പുരുഷൻ. മലർന്നുറങ്ങരുത് ആര്? സ്ത്രീ. അതും പഠിക്കുക. പിന്നെ നരകാവകാശികളുടെ കടത്തമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നരകവാസികളുടെ കടത്തമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആരെക്കുറിച്ച്? കമിഴ്ന്ന് കിടക്കുന്നവനെ കണ്ടപ്പോൾ. അപ്പോൾ ചോദ്യം ഇതാണ്, കമിഴ്ന്ന് കിടക്കുന്നവനെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? നരകാവകാശികളുടെ കടത്തമാണ്. ഇനി മറ്റൊരു ചോദ്യം, നരകവാസികളുടെ കടത്തമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്തിനെക്കുറിച്ച്? കമിഴ്ന്ന് കിടക്കുന്നതിനെ കുറിച്ച്. ഇങ്ങനെ തിരിച്ചും ചോദ്യം വരും. അപ്പോൾ എല്ലാവർക്കും അള്ളാഹു നല്ല വിജയം നൽകട്ടെ. അസ്സലാമു അലൈക്കും.